മക്കൾ ഓരോ ക്ലാസ്സുകളിലായി ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുമ്പോഴേ രക്ഷിതാക്കൾ പഠിക്കേണ്ടതുണ്ടോ എന്ന് ഒരിക്കലൊരു രക്ഷിതാവ് ചോദിക്കുകയുണ്ടായി. ഈ അടുത്ത് ജെയുടെ എക്സാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ജെയുടെ എക്സാം നടന്ന് ജെയുടെ ഒരു പേഴ്സൻറ്റേജ് മാർക്ക് കിട്ടിയിട്ട് പേഴ്സൻറ്റേജുമായിട്ട് ഒരു രക്ഷിതാവും കുട്ടിയും എന്നെ കാണാൻ വേണ്ടി വന്നപ്പം ഈ രക്ഷിതാവിന് ആക്ച്വലി എന്താണ് പെർസെൻറ്റേജ് എന്നോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു പെർസെൻറ്റേജിൻ്റെ മുകളിൽ കിട്ടുമ്പോഴാണ് കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു ഫേസ് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അഡ്വാൻസിന് വേറൊരു എക്സാം ഉണ്ട്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഇവിടെയാണ് മക്കൾ പഠിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും പഠിക്കണമെന്നുള്ളതിൻ്റെ പ്രാധാന്യം വരുന്നത്. മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവിടുത്തെ സംവിധാനങ്ങൾ, അവിടുത്തെ രീതികൾ, എങ്ങനെയാണ് ഹയർ സ്റ്റഡീസിൻ്റെ സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്വപ്നം ചെറുതായി പോകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കുട്ടി പഠനത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നായിരിക്കും സ്വപ്നങ്ങളിങ്ങനെ വളർന്ന് അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കിങ്ങനെ മൊട്ടുവിടരുക എന്നൊക്കെ പറയാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് അക്കാഡമിക്സിനെ കുറിച്ചോ പഠിക്കേണ്ട സ്ഥാപനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടത്തേക്ക് വരേണ്ട എക്സാമുകളെക്കുറിച്ചോ ധാരണപ്പശക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ധാരണ ഇല്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാനും കുട്ടിക്ക് ഓരോ ഘട്ടങ്ങളിലും താങ്ങായി തണലായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാതെ വരും എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കാതെ വന്നാൽ കുട്ടിയുടെ കരിയർ ലൈഫിൽ നമുക്ക് നീതി പുലർത്താൻ കഴിയില്ല എന്നുള്ളതാണ്.